ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 29. ഇന്ന് അധ്യായം 6 21 മുതൽ 29 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതിൽ ആദ്യം 21 വരുണനാണ് ദേവത. വരുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റുകളാണ്, ഓർബിറ്റുകളിലുള്ള ആ പ്രേരക ശക്തിയാണ്. ആറ്റങ്ങളെ എല്ലാം യോജിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷം ഓർബിറ്റിലെ ഇലക്ട്രോണുകളാണ്. ഏത് ഓർബിറ്റിലെ ഇലക്ട്രോണാണോ അതിനനുസരിച്ചിരിക്കും ആ ഇലക്ട്രോണിൻ്റെ യോജിക്കുവാനുള്ള കഴിവ്. അതുപോലെ നമ്മളെ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥങ്ങളിലെ ഗ്രഹങ്ങളാണ്. ആ ഭ്രമണപഥത്തിനനുസരിച്ചാണ് ഗ്രഹങ്ങളുടെ സ്വഭാവമെല്ലാം കിടക്കുന്നത്. അങ്ങനെ എത്രയോ ഓർബിറ്റുകൾ വരുണന്മാർ പല രൂപത്തിലുള്ള ഈ ലോകത്തിലുണ്ട്. നമ്മളുണ്ടായതുപോലും ഈ വരുണപാശത്താലാണ്. വരുണപാശം എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകൾ കൂടിച്ചേർന്നിട്ടാണ് ആറ്റങ്ങളായി മാറുന്നത്. ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഈ നമ്മളായിട്ട് മാറുന്നത്. നമ്മളെ ശരീരഘടനയെല്ലാം ഓട്ടങ്ങളെ കൂടിച്ചേർന്നിട്ടാണ്. അപ്പോൾ വരുണപാശത്താലാണ് നമ്മൾ ബന്ധിച്ചിരിക്കുന്നത്. അതാണ് ബ്രഹ്മവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. പ്രപഞ്ചം തന്നെ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ടായതാണ്. അപ്പോൾ നമ്മളെല്ലാം ഒരു വരുണപാശത്താൽ ആറ്റങ്ങളിലൂടെയുള്ള തത്വങ്ങൾ ഓർബിറ്റിലുള്ള ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ട് ഇതെല്ലാമായിട്ട് ആ ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം തന്നെ വരുണപാശത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് അതാണ് പറയുന്നത്. ഇപ്പം എല്ലാം വരുണനായിട്ട് കാണണം. വരുണനാണ് ഈ നാട്ടിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അതെല്ലാം ആറ്റങ്ങൾ ഓർബിറ്റുകളിലൂടെ യോജിപ്പിച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വീക്ഷണത്തിൽ കൂടി നമുക്ക് 21-ാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. മിത്രവരുണന്മാരുടെ സമുദ്രത്തിലൂടെയും അന്തരീക്ഷത്തിലും ഈശ്വരനിലേക്ക് പോവുക. നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കേണ്ടത് മിത്രവരുണന്മാരുടെയും വരുണന്മാർ ഓർബിറ്റിലൂടെ വേണം ലോകത്തെ മനസ്സിലാക്കാൻ. കാരണം ഓർബിറ്റിനെ മനസ്സിലാക്കുമ്പോൾ സമുദ്രം എന്താണ്, അന്തരീക്ഷം എന്താണ്, ഈ അന്തരീക്ഷം ഉണ്ടായത് തന്നെ എന്തുകൊണ്ടാണ്? ഓർബിറ്റുകളെ കൊണ്ടാണ്. സൂര്യന് ചുറ്റും ഭൂമി ഒരു പ്രത്യേക ഓർബിറ്റിൽ ചുറ്റുമ്പോൾ ആ ഭൂമിക്ക് ചുറ്റും ഒരു പ്രത്യേക അന്തരീക്ഷം രൂപം കൊള്ളുകയും അതിന് പുറത്തുള്ളതെല്ലാം ആകാശമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലൂടെയും സമുദ്രം എന്ന് പറയുമ്പോൾ ജലമാണ്. ആ ജലത്തിലൂടെ സമുദ്രം എന്തിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്? ജലത്തിലൂടെയാണ്. ജലം എന്താണ്? ആറ്റങ്ങളെ കൊണ്ടാണ്. അതായത് ഏറ്റവും സൂക്ഷ്മമായ വസ്തു, പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ വസ്തു ജലമാണ്. ആ ജലമാണ് സമുദ്രമായിട്ട് മാറിയത്. ബാക്കിയുള്ള വസ്തുക്കളാണ് കരമായിട്ട്, ഭൂമിയായിട്ട് മാറിയത്, കരമായിട്ട് മാറിയത്. ഇങ്ങനെ കൂടിച്ചേർന്നിട്ടാണ് ഗോളങ്ങൾ ഉണ്ടായത്. ഇങ്ങനെയാണ് അന്തരീക്ഷം എല്ലാം ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും നിരീക്ഷിച്ച് പോകുമ്പോൾ നമ്മൾ എവിടത്തേക്കെത്തും? ഈശ്വരനിലേക്കെത്തും. ഈശ്വരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ഓർബിറ്റിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസിലാണ്, ആറ്റത്തിലാണ്, ന്യൂക്ലിയസിലാണ്. അങ്ങനെ നമ്മൾ ഈശ്വരനിലേക്ക് എത്തും. അങ്ങനെയുള്ള ശാസ്ത്ര രഹസ്യങ്ങൾ ഈ വരുണനുമായിട്ട് ബന്ധപ്പെട്ട ഓർബിറ്റുകളായിട്ടാണ് ഈ ബന്ധം. 2 ലോകമാണുള്ളത്. ഭൂമിക്ക് മുകളിലുള്ള ലോകം സ്വർഗം, അതിലും കുറേ ഗോളങ്ങൾ നടുവിലൊന്നായിട്ടും മറ്റേതിന് ചുറ്റും ഓർബിറ്റിൽ കൂടി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്ക് താഴെയുള്ളത് പാതാളലോകം. പാതാളലോകത്തിലും ഒരു ന്യൂക്ലിയസും അതിന് ചുറ്റും ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പം മുകളിലും താഴെയെല്ലാം ഒരേപോലെയാണുള്ളത്. കുറേ ഓർബിറ്റുകളിൽ ചിലത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒന്ന് മറ്റൊന്നിനെതിരായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തിലേക്ക് പോകണം? യജ്ഞങ്ങളിലേക്ക് പോകണം. അപ്പം പ്രപഞ്ചഘടനയും
പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ആറ്റങ്ങളുടെ ഘടനയെല്ലാം പഠിച്ചുകൊണ്ട് വേണം നമ്മൾ യജ്ഞത്തിലേക്കും സോമത്തിലേക്ക്. എന്താണ് ഈ വസ്തുക്കൾ? സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ യജ്ഞത്തിലേക്ക് അർപ്പിക്കുന്ന വസ്തുക്കൾ. ആ വസ്തുക്കളുടെ പ്രത്യേകത എന്താണ്? അതെല്ലാം ആറ്റങ്ങളുമായിട്ട് ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അവയുടെ ഗുണഗണങ്ങൾ കിടക്കുന്നത്. ദിവ്യ നഭസ്സിലേക്കും പിന്നെയോ അഗ്നിഹോത്രത്തിലേക്കും പിന്നെ എല്ലാം ഗമിക്കുക. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ യജ്ഞത്തിലൂടെ. ഈ അഗ്നി എവിടെ നിന്നാണ് വരുന്നത്? യജ്ഞത്തിലൂടെയാണ് വരുന്നത്. യജ്ഞത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകൾ റിലീസ് ചെയ്യുന്നതാണ് അഗ്നി. ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇലക്ട്രോണുകളാണ് അവയെ കൂടിച്ചേർക്കുന്നത്. അതിലെ ഓർബിറ്റുകളിലെ ഇലക്ട്രോണുകൾ. അപ്പോൾ ഓർബിറ്റുകൾ കൂടിച്ചേരും. അങ്ങനെയാണ് വസ്തുക്കൾ കത്തുന്നതെല്ലാം. കത്തുമ്പോൾ അധികം വരുന്ന ഊർജം പുറത്തേക്ക് വരുന്നു. ഈ ശാസ്ത്രമെല്ലാം വരുണനിലൂടെ മനസ്സിലാക്കണം. അതായത് കെമിസ്ട്രി മനസ്സിലാക്കണമെന്ന് ചുരുക്കം പറയുന്നു. അതിലൂടെ സന്തോഷം ലഭിക്കും. അങ്ങനെ നമ്മൾ പ്രപഞ്ച രഹസ്യം മുഴുവൻ അതെല്ലാം ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വരുണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ മാറ്റി ഉപയോഗിക്കാം. അങ്ങനെ സന്തോഷം ലഭിക്കും. യജ്ഞധൂമം മുകളിലേക്ക് വരും. യജ്ഞത്തിൽ നിന്നും ധൂമം മുകളിലേക്ക് വരും. എന്താണ് ധൂമം എന്നെല്ലാം നമ്മളപ്പോൾ മനസ്സിലാക്കും. യജ്ഞങ്ങൾ നടക്കും, ധൂമം മുകളിലേക്ക് വരും, ജ്വാലകൾ സൂര്യനിലേക്ക് ചെല്ലും. എന്താണ് യജ്ഞജ്വാലകൾ? ഊർജമാണ്. ഊർജം തരംഗരൂപത്തിലും മറ്റും സൂര്യനിലോട്ട് ചെല്ലും. യജ്ഞഭസ്മം കൊണ്ട് ഭൂമിയിൽ ഐശ്വര്യം ലഭിക്കും. നമ്മൾ ഈ യജ്ഞം ചെയ്യുമ്പോൾ ശേഷിക്കുന്ന വസ്തുക്കൾ എവിടെ വീഴും? ഭൂമിയിൽ വീഴുക. അതാണ് നമ്മൾ ഈ ചാരം വളം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഒരു യജ്ഞം നടക്കുമ്പോൾ ചില വസ്തുക്കൾ, ചില ഊർജങ്ങൾ, അല്ലെങ്കിൽ ചില പൊടിപടലങ്ങൾ, ചില വായുക്കൾ അങ്ങ് സൂര്യനിലേക്ക് ഉയരും. അതിൽ രാസപ്രവർത്തനം നടന്നതിൻ്റെ ശേഷം മിച്ചം വരുന്ന സാധനങ്ങൾ ഭൂമിയിൽ ചാരമായിട്ട് പതിക്കും. അപ്പം ഇതിലെല്ലാം ഇൻവോൾവ് ആകുന്നത് എന്താണ്? വരുണനാണ്. വരുണ നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ്. വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ്. അത് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പീരിയോഡ് എന്ന് പറയുന്നത് തന്നെ ഓർബിറ്റാണ്. ഫസ്റ്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഓർബിറ്റ്, സെക്കൻഡ് പീരിയഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ. പീരിയോഡിക് ടേബിളിൽ പീരിയഡ് എന്ന് പറയുന്നത് ഓർബിറ്റാണ്, വരുണനാണ്. കെമിസ്ട്രിയുടെ അടിസ്ഥാനം ആ ടേബിളാണ്, ആറ്റോമിക് ടേബിളാണ്. എല്ലാം അതിനെല്ലാം ചുരുക്കി ഇവിടെ പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. ഇനി നമുക്ക് 22 എന്താണ് പറയുന്നതെന്ന് നോക്കാം. 22 വരുണൻ തന്നെയാണ് ദേവത. വരുണൻ ജലസമ്പന്നവും ഔഷധികളിലും ഔഷധികളെയും നശിക്കാതെ കാക്കുന്നു. അപ്പം ഔഷധത്തിലെ ഗുണം, ജലത്തിൻ്റെ പ്രത്യേകത, ഇതെല്ലാം ഇതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഔഷധത്തിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകളാണ് രോഗത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഔഷധം കഴിക്കുമ്പോൾ ആ രാസവസ്തുവിലെ ഇലക്ട്രോണുകളാണ്, ഏറ്റവും പുറത്തെ ഓർബിറ്റിലെല്ലാമുള്ള ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അത് ഓർബിറ്റൽ എനർജിയാണത് റിലീസ് ചെയ്യുന്നത്, വരുണൻ്റെ എനർജിയാണത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയെല്ലാം നശിപ്പിക്കാതെ സൂക്ഷിക്കുന്നത് ആരാണ്? ഓർബിറ്റാണ്, വരുണനാണ്. നീ നമ്മളെ ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കുക. ഞാൻ പറഞ്ഞു, ഓർബിറ്റുകളിലൂടെയാണ് ഈ ശരീരമെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത് ഓർബിറ്റുകളുടെ
പരസ്പരമുള്ള കൂടിച്ചേരലിലൂടെയാണ്. അതിനാണ് വരുണപാശം എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാം പ്രപഞ്ചം മുഴുവൻ വരുണൻ്റെ പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ ശരീരം മുഴുവൻ ആറ്റങ്ങൾ ഇങ്ങനെ ഓർബിറ്റുകളെ കൊണ്ട് ചേർത്ത് നൂലുകൊണ്ട് കെട്ടിയ മാതിരിയാണ് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മളെ ശരീരം മുഴുവൻ വരുണപാശത്താൽ ബന്ധിച്ചിരിക്കുകയാണ്. അത് പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. ആ വാക്കിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആ ഒരു ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്, ബന്ധനത്തിൽ നിന്നും എന്നെ മുക്തമാക്കുക. എന്നെ ബന്ധനത്തിൽ നിന്നും മുക്തമാക്കണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ ഈ ലോകവുമായിട്ടുള്ള ബന്ധം, ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് വരുണപാശത്താലാണ്. ആ ലോകത്തെ ത്യജിക്കുക, എന്നിട്ട് ആത്മീയതയിലേക്ക് തിരിക്കുക, ശരീരത്തെ കളയുക. അപ്പോൾ മാത്രമേ നമ്മളെ ബന്ധനത്തിൽ നിന്നും മുക്തമാവുകയുള്ളൂ. അപ്പം അതോട് പറയുന്നു, എന്നെ ബന്ധനത്തിൽ നിന്നും മുക്തമാക്കുക. അപ്പോൾ എന്ത് വേണം? ശരീരമെല്ലാം ഈ ബന്ധനങ്ങളിലൂടെ കിടക്കുകയാണ്. ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനങ്ങളിലൂടെ നമ്മളെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ചില എൻസൈമുകളുടെ പ്രവർത്തനങ്ങൾ, ഗ്രഹങ്ങളിൽ നിന്നുള്ള ആകർഷണ ബലം, ഇതെല്ലാം ചേർന്നാണ് പോകുന്നത്. അപ്പം അതിൽ നിന്നെല്ലാം മുക്തമായാലേ, ചുരുക്കത്തിൽ വരുണപാശത്തിൽ നിന്നും മുക്തമായാൽ മാത്രമേ നമുക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. ജലവും ഔഷധങ്ങളും ഞങ്ങളിൽ സ്വസ്ഥത ഉണ്ടാക്കട്ടെ. ജലവും ഔഷധങ്ങളും, ജലമായി മാറിയത് ഹൈഡ്രജനും ഓക്സിജനും ഓർബിറ്റുകൾ കൂടിച്ചേർന്നിട്ടാണ് ജലരൂപത്തിലേക്ക് ഫോം ചെയ്തത്. അതുപോലെ ഔഷധങ്ങളിലും പ്രത്യേക തരത്തിൽ ആറ്റങ്ങൾ ക്രമീകരിച്ചതാണ് ഔഷധങ്ങൾ. അതിലുള്ള ഇലക്ട്രോണുകൾക്ക് ഊർജത്തെ റിലീസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഊർജമാണ് നമ്മളെ രോഗങ്ങളെ മാറ്റുന്നത്. ഞങ്ങളെ വെറുക്കുന്നവരെ നീയും വെറുക്കുക. നമ്മളെ വെറുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് വെറുക്കുന്നത്. നമ്മളെ ശരീരം വെറുക്കുന്നത് എന്താണ്? രോഗാണുക്കളെയെല്ലാം റിമൂവ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? ഈ ഓർബിറ്റൽ എനർജിക്ക് ഉണ്ട്. ഇനി 23 ജലവും യജ്ഞവുമാണ് ദേവതകൾ. ദിവ്യമായ അന്നം ജലത്താൽ നിറഞ്ഞിരിക്കുന്നു. അപ്പം ഇതാണ് ജലത്തിൻ്റെ മഹത്വം. നമ്മുടെ ശരീരവും 3/4 ജലമാണ്. അതുപോലെ ഈ ഉള്ള എല്ലാ ജൈവ വസ്തുക്കളും ജലം കൊണ്ടാണ് ഭൂരിഭാഗമായിട്ട്. അതിപ്പോൾ ചെടികളാണെങ്കിലും അതെടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നോക്കും, നീരായിട്ട് കിട്ടും, പിന്നെ കുറച്ച് ചണ്ടിയും കിട്ടും. അപ്പോൾ അധികവും ജലമാണ്. അന്നം എന്ന് പറയുന്നത് ജലത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇനിയോ ജലത്താൽ നിറഞ്ഞിരിക്കുന്നു. പ്രയത്നിക്കുന്നവന് ഈ ദിവ്യാന്നം ലഭിക്കും. നമ്മൾ യജ്ഞം ചെയ്ത് കഴിഞ്ഞാൽ, കർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് എന്തൊട്ട്, യജ്ഞവും കൂടിയാണ് ദേവത. നമ്മൾ യജ്ഞം ചെയ്യുകയാണെങ്കിൽ ദിവ്യാന്നം ലഭിക്കും. അന്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റായിട്ട് എടുക്കണം. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം ധാന്യങ്ങളെല്ലാമാണ് അന്നം. പക്ഷേ ഒരു ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷനാണ്, ഔട്ട്പുട്ടാണ് അന്നം. ഇൻപുട്ട് സോമവും ഹവിസ്സുമെല്ലാമാണ്, ഔട്ട്പുട്ട് അന്നമാണ്. അതാണ് പ്രൊഡക്റ്റ്. ദിവ്യാന്നത്താൽ യജ്ഞം പൂർണ്ണമാകുന്നു. അന്നം ലഭിക്കുമ്പോഴാണ് യജ്ഞം പൂർണ്ണമാകുന്നത്. നമ്മളൊരു ചോറ് വെക്കുമ്പോൾ ആ യജ്ഞം എപ്പോഴാണ് പൂർണ്ണമാകുന്നത്? തിളക്കുമ്പം പൂർണ്ണമാവുമോ? ഇല്ല. പൂർണ്ണമാകുമ്പോൾ എന്താണ്? നമുക്ക് അന്നം പുറത്തേക്ക് വരണം. നമുക്ക് വേണ്ട തരത്തിലുള്ള ചോറ് ആയിക്കഴിയുമ്പോഴാണ് ആ യജ്ഞം പൂർണ്ണമാകുന്നത്. അതായത് യജ്ഞം പൂർണ്ണമാകുമ്പോൾ അന്നം ഉണ്ടാകും. അപ്പം ദിവ്യാന്നത്താൽ യജ്ഞം പൂർണ്ണമാകുന്നു. നശിക്കാതിരിക്കുന്നവൻ്റെ മുന്നിൽ ഞാൻ ജലത്തെയും യജ്ഞത്തെയും സ്ഥാപിക്കുന്നു. അപ്പം ആരാണ് യജ്ഞം നടത്തുന്നത്? അവൻ നശിക്കില്ല. നശിക്കാതിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ
യജ്ഞം നടത്തുന്ന അവൻ്റെ മുമ്പിൽ യജ്ഞത്തെ സ്ഥാപിക്കുന്നു, ജലത്തെയും. അപ്പം ജലവും യജ്ഞം നടത്തേണ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു ജലം തന്നെയാണ്. ഒരു ഫാക്ടറി തുടങ്ങേണ്ടിക്ക് അത്യാവശ്യം വീട് നമ്മൾ നോക്കുമ്പോൾ ഒരു വീട് സ്ഥലം എടുക്കുമ്പോൾ ഇവിടെ വെള്ളം കിട്ടുമെന്നാണ് ആദ്യം നോക്കുക. അപ്പം വെള്ളവും യജ്ഞവുമാണ് നമുക്ക് എല്ലാ ഉന്നതിയും നൽകുന്നത്. അപ്പോൾ ഒരാൾ നശിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ജലത്തെയും യജ്ഞത്തെയുമാണ്. ഇനി 24, നശിക്കാത്ത സംഗീതമുള്ളവൻ്റെ മുന്നിൽ ഞാൻ ജ്ഞാനത്തെ പ്രതിഷ്ഠിക്കുന്നു. ജ്ഞാനം, ഒരാൾ ഇവിടെ ജ്ഞാനമാണ് ദേവതയായിട്ട് എടുക്കേണ്ടത്. ജ്ഞാനമാണ് മനുഷ്യൻ്റെ ഉന്നതിക്ക് ഏറ്റവും വലിയ ആവശ്യം. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചായ ഉണ്ടാക്കേണ്ടിക്ക് പോലും ആ ചായ ഉണ്ടാക്കേണ്ട വഴി അറിയണം. അപ്പം ജ്ഞാനം, നശിക്കാത്ത സംഗീതമുള്ളവൻ്റെ മുന്നിൽ ഞാൻ യജ്ഞത്തെ. സംഗീതം എന്ന് പറയുമ്പോൾ കലാപരമായ ശാസ്ത്രീയമായ കാര്യങ്ങൾ അല്ലെ. ജ്ഞാനം എന്ന നിലയിൽ സംഗീതവും ജ്ഞാനവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സംഗീത രൂപത്തിലായിരിക്കും ജ്ഞാനത്തെ ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അവൻ്റെ മുന്നിൽ ഞാൻ ജ്ഞാനത്തെ പ്രതിഷ്ഠിക്കുന്നു. ജ്ഞാനം എപ്പോഴും ഒരു സംഗീതത്തിൻ്റെ രൂപത്തിലാണ്. അത് ശാന്തമാണ്. ജ്ഞാനം എന്നത് ശാന്തമാണ്, അറിവ് ശാന്തമാണ്. പക്ഷെ അതാണ് എല്ലാ യജ്ഞത്തിൻ്റെ പിന്നിലും ഉള്ളത്. ഇന്ദ്രനിലും അവൻ്റെ കർമ്മത്തിലും ഞാൻ ഇതിനെ പ്രതിഷ്ഠിക്കുന്നു. ഇന്ദ്രനാണ് നമ്മളെല്ലാ കർമ്മങ്ങളെയും പൂർത്തീകരിക്കുന്ന, അതിന് മേൽനോട്ടം വഹിക്കുന്ന ശക്തി വിശേഷം. അവൻ്റെ കർമ്മത്തിലും ഞാൻ ഏതിനെ പ്രതിഷ്ഠിക്കുന്നു? ജ്ഞാനത്തെ പ്രതിഷ്ഠിക്കുന്നു. അതായത് സയൻസിൻ്റെ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. അപ്പോഴേ ഇന്ദ്രൻ വന്നിട്ട് അതിനെ പൂർത്തീകരിച്ച് തരികയുള്ളൂ. നീ മിത്രവരുണന്മാരുടെ ഭാഗധേയമാവുന്നു. മിത്രവരുണന്മാർ, മിത്രം എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യത്തിലാണ് ജ്ഞാനം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ജ്ഞാനം അനുകൂല സാഹചര്യത്തിൽ പ്രയോഗിക്കണം. സാഹചര്യം തെറ്റിയിട്ട് പ്രയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചെടി നല്ല വളക്കൂറുള്ള മണ്ണിൽ വിത്ത് നടണം. അല്ലാതെ പാറപ്പുറത്ത് നട്ടു കഴിഞ്ഞാൽ മുളക്കാനൊന്നും പറ്റില്ല, ചെടി നന്നാവില്ല. അപ്പോൾ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യണം, അനുകൂല സാഹചര്യത്തിൽ കർമ്മം ചെയ്യണം. ജലവും സൂര്യനെ പിന്തുടരുന്ന ജലകണങ്ങളും യജ്ഞത്തെ സന്തോഷിപ്പിക്കുന്നു. ജലവും സൂര്യനെ പിന്തുടരുന്ന ജലകണങ്ങളും. അപ്പം ജലം ഭൂമിയിലുണ്ട്. സൂര്യനെ പിന്തുടരുന്ന ജലം എന്താണ്? ജലകണങ്ങൾ എന്താണ്? ജലത്തിൽ നിന്നുള്ള കണങ്ങൾ സൂര്യൻ്റെ ചൂട് കൊണ്ട് ബാഷ്പീകരിച്ചിട്ട് മുകളിലേക്ക് പോകും കണങ്ങളായിട്ട്. അതാണ് മേഘമായിട്ട് തീരുന്നത്. അപ്പം ജലവും സൂര്യനെ പിന്തുടരുന്ന ജലകണങ്ങളും യജ്ഞത്തെ സന്തോഷിപ്പിക്കുന്നു. ഏത് യജ്ഞമാണ്? ആകാശത്തിൽ വെച്ച് ഇന്ദ്രൻ അതിനെ എന്താക്കി തീർക്കും? മഴയാക്കി തീർക്കും. മഴ പെയ്യുമ്പോൾ ഇവിടെ സമൃദ്ധി ഉണ്ടാവും, ചെടികളെല്ലാം വളരും. അപ്പോൾ യജ്ഞത്തെ സന്തോഷിപ്പിക്കുന്നു. ഇനി 25 സോമമാണ് ദേവത. ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ സോമത്തെ പ്രാർത്ഥിക്കുന്നു. സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണ്. നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യേണ്ടെങ്കിലും അതിന് ചില സാധനങ്ങൾ വേണം. അതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ചോറുണ്ടാക്കേണ്ടിക്ക് അരിയും വെള്ളവും വേണം. ചായ ഉണ്ടാക്കേണ്ടിക്ക് വെള്ളവും ചായപ്പൊടിയും പാലും എല്ലാം വേണം. ഇതെല്ലാം സോമങ്ങളാണ്. അപ്പം ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ സോമത്തെ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആരെയാണ്? സോമത്തെയാണ്. കാരണം അതാണ് നമുക്ക് വേണ്ട ഉന്മേഷം. നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ വെള്ളമാണ് കുടിക്കേണ്ടത്. സോമം വെള്ളമാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉന്മേഷം കിട്ടും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആരോടാണ്? ഈ നമുക്ക് സഹായകരമായി തീരുന്ന വസ്തുക്കളോടാണ്. സൂര്യന് വേണ്ടിയും പ്രകാശ ലോകത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സൂര്യന് വേണ്ടി, സൂര്യനിലും
പ്രകാശലോകവും, സൂര്യനിൽ നിന്നാണ് പ്രകാശം കിട്ടുന്നത്. എങ്ങനെയാണ് പ്രകാശം കിട്ടുന്നത്? അവിടെ സോമം കത്തുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി സോമത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പം അവിടെ എന്തോ കത്തിയിട്ടാണ് സൂര്യനിൽ നിന്ന് പ്രകാശം നമുക്ക് കിട്ടുന്നത്. അപ്പം അവിടെ കത്തുന്ന വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത്. അതിനുവേണ്ടി സൂര്യന് വേണ്ടി പ്രാർത്ഥിക്കുക. സൂര്യനിൽ കത്താൻ വേണ്ട സോമം അവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കത്തിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രകാശം കിട്ടുന്നത്. വിശ്വയജ്ഞത്തിലും ദേവയജ്ഞത്തിലും അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിനുമായി ഈ സോമത്തെ ആകാശത്തിന് മീതിയായി ഞാൻ സമർപ്പിക്കുന്നു. ആകാശത്തിന് മീതെ എന്ന് പറഞ്ഞാൽ അത്രയും ഉന്നതിയിൽ ഞാൻ സോമത്തെ സ്ഥാപിക്കുകയാണ്. എന്തിനു വേണ്ടി? വിശ്വയജ്ഞത്തിലും. വിശ്വയജ്ഞം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം സോമമാണ്. ആറ്റങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആറ്റങ്ങൾ സോമമാണ്, ഇലക്ട്രോണ് സോമമാണ്, പ്രോട്ടോണ് സോമമാണ്. ആ പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ സോമത്തിന്. ദേവയജ്ഞത്തിന്, ദേവൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ദേവതകൾ കൂടി ചേർന്നിട്ടാണ് വേറൊന്നായിട്ട് മാറുന്നത്. ഹൈഡ്രജൻ ദേവതയാണ്, ഓക്സിജൻ ദേവതയാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് ജലമായി മാറുന്നത്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് സോമമാണ് ആവശ്യം. അതുകൊണ്ട് ആകാശത്തിന് മുകളിൽ അത്രയും ഉയർന്ന സ്ഥാനത്താണ് സോമത്തിൻ്റെ സ്ഥാനം. ഇനി 26. സോമം തന്നെയാണ് ദേവത. സോമം ജനത്തിനിടയിലേക്ക് ഇറങ്ങി വരിക. അപ്പം ജനങ്ങൾ സോമത്തിൻ്റെ അടുത്ത്, സോമം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം. അതായത് ജനങ്ങൾ സോമം ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. സോമം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വസ്തുക്കൾ. ചോറുണ്ടാക്കണ്ടെങ്കിൽ അരിയും വെള്ളവും സോമമാണ്. അരിയും വെള്ളവും മാർക്കറ്റിൽ നിന്ന് നമ്മളടുത്തേക്ക് എത്തും. നമ്മൾ അതിനെ എടുത്തിട്ട് ചോറാക്കി കഴിക്കും. അപ്പം സോമം ജനത്തിലെ ഇടയിലേക്ക് ഇറങ്ങി വരിക. എല്ലാ ജനവും നിന്നെ വണങ്ങട്ടെ. നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഏതാണ്? പ്രപഞ്ചത്തിൽ എന്തിനാണോ ആശ്രയിക്കുന്നത് അതിനാണ് സോമം എന്ന് പറയുന്നത്. വെള്ളം വേണം നമുക്ക് കുടിക്കാൻ, അപ്പോൾ അത് സോമമാണ്. അതിനെ ആശ്രയിക്കുന്നു. ഭക്ഷണം വേണം, അതിനെ ആശ്രയിക്കുന്നു. എന്തെല്ലാം വസ്തുക്കൾ നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം സോമമാണ്. അതിനെ നമ്മൾ വണങ്ങണം. ഈശ്വരൻ നിന്റെ സ്തുതിഗീതങ്ങൾ കേൾക്കട്ടെ. അതായത് നമ്മൾ ആരെയാണ് സ്തുതിക്കുന്നത്? ഈശ്വരനെ സ്തുതിക്കുക. ഈശ്വരനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഈ വസ്തുക്കളെയാണ് സ്തുതിക്കേണ്ടത്. അല്ലാതെ ഈശ്വരനെ സ്തുതിച്ചിട്ടൊന്നും കാര്യമില്ല. ഈശ്വരൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഈശ്വരൻ നമുക്ക് വേണ്ട കുറേ വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതിനാണ് സോമം എന്ന് പറയുന്നത്. നമ്മൾ ആ സോമം ഉപയോഗിക്കുമ്പോൾ ആ സോമത്തെ സ്തുതിക്കുന്നത് ഈശ്വരനെ സ്തുതിക്കുന്നതിന് സമാനം തന്നെയാണ്. വെള്ളത്തെ സ്തുതിക്കുന്നത് വെള്ളം തന്ന ഈശ്വരനെ സ്തുതിക്കുന്നതിന് സമാനമാണ്. യജ്ഞത്തോടൊപ്പം നീ എൻ്റെ സ്തുതിയും കേൾക്കുക. യജ്ഞം നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളാണ് സോമം. ആ സോമം എന്ത് കേൾക്കണം? ഞാൻ പറയുന്ന സയൻസ് തത്വം കേൾക്കണം. സ്തുതി. ഹൈഡ്രജനും ഓക്സിജനും ഞാൻ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ജലമായി മാറാൻ വേണ്ടി. അപ്പം കൊടുക്കുന്ന ഹൈഡ്രജനോടും ഓക്സിജനോടും പറയുകയാണ്, ഇന്ന തത്വപ്രകാരം നിങ്ങൾ കൂടിച്ചേർന്നിട്ട് ജലമായി മാറുക. നമ്മൾ അരിയോടും വെള്ളത്തോടും പറയുകയാണ്, ചൂടാക്കിയിട്ട് ഈ ചൂടിൻ്റെ സഹായത്താൽ ഇതെല്ലാം നിങ്ങൾ കൂടിച്ചേർന്നിട്ട് അരിയായിട്ട് മാറുക. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു സയൻസ് ഉണ്ട്. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അരിയോടും വെള്ളത്തോടും ചോറായി മാറാൻ പറയുന്നത്. അതുകൊണ്ട് നീ എൻ്റെ സ്തുതി കേൾക്കുക. ദിവ്യജലം മാത്രമല്ല ദിവ്യവാണിയും എൻ്റെ സ്തുതി കേൾക്കട്ടെ. തുല്യവാണി എന്ന് പറയുന്നതും ജ്ഞാനം തന്നെയാണ്. ജ്ഞാനം, വാണി എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്. ശബ്ദവും എന്ത് വേണം? ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ ശാസ്ത്രം, സയൻസ് ഉണ്ടായിരിക്കണം. അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിക്കണം. വെറുതെ കാക്കൂക്കി എന്നാക്കിക്കൊണ്ട് വല്ല കാര്യമുണ്ട്. ഉപയോഗിക്കുന്ന വാക്കുകൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. പണ്ഡിതർ ഈ യജ്ഞഗീതങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം പണ്ഡിതരാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ
സംസാരിക്കില്ല. അവർ ഈ യജ്ഞഗീതങ്ങൾ ശ്രമിക്കും. ഓരോ യജ്ഞങ്ങളും നടക്കുന്നതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അത് പണ്ഡിതർ മനസ്സിലാക്കുന്നു. ചോറുണ്ടാക്കേണ്ട വിദ്യ പണ്ഡിതർ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്. അരിയും വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചൂടാക്കിയാൽ മതി, അത് നല്ല പതായിട്ട് കിട്ടും, തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പം പണ്ഡിതർ ഈ യജ്ഞഗീതങ്ങൾ ശ്രവിക്കട്ടെ. അങ്ങനെ സൃഷ്ടിദേവൻ എൻ്റെ സ്തുതികൾ കേൾക്കട്ടെ. സൃഷ്ടിദേവൻ എന്ന് പറഞ്ഞാൽ വേണ്ടിക്ക് ഇവിടെ സോമനെ തന്നെയായിട്ടെടുക്കുക. സോമനും ദേവനാണ്. അത് എൻ്റെ സ്തുതിഗീതങ്ങൾ കേൾക്കട്ടെ. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ എൻ്റെ ശാസ്ത്രതത്വങ്ങൾ കേട്ടിട്ട് അതിനനുസരിച്ച് അത് നമുക്ക് ഉപയോഗപ്രദമായ വസ്തുക്കളാക്കിയിട്ട് മാറ്റട്ടെ. ഇനി 27 ജലം. ജലത്തിലെ തരംഗം എൻ്റെ പ്രജനനമാണ്. പ്രജനനം എന്ന് പറയുമ്പോൾ ജനനം, എൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ ജനനം. ജീവജാലങ്ങളുടെ ജനനമെല്ലാം ജലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം ജീവജാലങ്ങളുടെ മുക്കാഭാഗവും ജലമാണ്. ജലമുണ്ടെങ്കിൽ മാത്രമേ ജീവജാലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മൾ ഒരു ചന്ദ്രനിലെല്ലാം പോകുമ്പോൾ അവിടെ ജീവജാലങ്ങളുണ്ടോ എന്ന് നോക്കാൻ എന്താണ് നോക്കുന്നത്? അവിടെ ജലമുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പം ജലമാണ് ജീവജാലങ്ങളുടെ ഉണ്ടാകുന്നതിന് കാരണമായി നിൽക്കുന്ന ഒരു ശക്തിവിശേഷം. അപ്പം ജലത്തിലെ തരംഗം എന്ന് പറയുമ്പോൾ ജലത്തിലൊരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷമാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നത്. അത് വെറും ഒരു ജലം എന്ന നിലയിലല്ല, ജലത്തിനൊരു പ്രത്യേക കഴിവുണ്ട്. ഉദാഹരണമായിട്ട് നമുക്കെന്തെങ്കിലും ക്ഷീണമെല്ലാം വരുമ്പോൾ ജലം കഴിച്ചു കഴിഞ്ഞാൽ ഉന്മേഷം തോന്നും. എല്ലാവരും നമ്മൾ ബോൺവിറ്റൊന്നുമല്ല കൊടുക്കാൻ പറയുന്നത്, ജലം കൊടുക്കാനാണ് പറയുന്നത്. ജലത്തിൽ എന്താണുള്ളത്? കാര്യമായ ഒന്നും തന്നെയില്ല. സാധാരണ കാർബോഹൈഡ്രേറ്റ് എല്ലാമാണ് ഉന്മേഷത്തിന് വേണ്ടത്. അത് കാർബൺ സംയുക്തങ്ങളാണ്. പക്ഷേ ജലത്തിൽ കാർബണൊന്നുമില്ല, അത് ന്യൂട്രലാണ്. എന്നിട്ടും ആ ജലം കഴിക്കുമ്പോഴെല്ലാം ഒരാൾക്ക് ബോധക്കേടുണ്ടാകുമ്പോൾ ആ ഗ്ലൂക്കോസ് കൊടുക്കുന്നു, അല്ല നമ്മൾ ബോൺവിറ്റ കൊടുക്കുന്നൊന്നും അല്ല പറയുന്നത്, ഹോർലിക്സ് കൊടുക്കുന്നു, വെള്ളം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ വെള്ളത്തിന് എന്താണ് ഒരു കഴിവ്? അതൊരു അസാധാരണമായ ഒരു തേജസ് അതിലുണ്ട്. അതാണ് തരംഗമായിട്ട് ജലത്തിൽ, അതാണ് ജീവജാലങ്ങളുടെ സൃഷ്ടിക്ക് കാരണമാകുന്നത്. അത് ആഹൂതിക്ക് സമാനമാണ്, ആഹ്വാനമാണ്. ജലമാണ് ആഹ്വാനം ചെയ്യുന്നത്. എല്ലാ കർമ്മത്തിൻ്റെയും മുന്നോട്ടേക്ക് നയിക്കുന്നത് ജലമാണ്. അത് ബലവും സന്തോഷവും നൽകും. നമുക്ക് ബലം കിട്ടും ജലം കഴിച്ചു കഴിഞ്ഞാൽ. സാധാരണ ബലം കിട്ടണമെങ്കിൽ നല്ല മുട്ടയും അതും ഹോർലിക്സും എല്ലാം കഴിക്കണം അല്ലേ. പക്ഷെ നമുക്ക് ക്ഷീണിച്ച് കിടക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പം തന്നെ ഒരു സന്തോഷവും ഉണ്ടാവും, ഒരു ശക്തിയും കിട്ടും. അപ്പം അത് ബലമാണ്. ജലത്തിനും ബലം നൽകാനുള്ള കഴിവുണ്ട്. ദേവകൾ കൃപ ചൊരിയും. ദേവകളെല്ലാം കൃപ. ഇപ്പം നമ്മൾ വെള്ളം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് വേണ്ട വൈറ്റമിൻ എല്ലാം കിട്ടുന്ന സാധനങ്ങൾ ഭക്ഷണത്തിലാണുള്ളത്. ശരീരത്തിന് വളർച്ചക്കും ഉന്മേഷത്തിനും എല്ലാം ഉള്ളത്. പക്ഷേ വെള്ളമുണ്ടെങ്കിലേ അതിൻ്റെ ഫങ്ഷൻ ശരിയാവുകയുള്ളൂ. അപ്പം അതിനെല്ലാം നയിക്കുന്നത് ജലമാണ്. അതുകൊണ്ട് ദേവതകൾ കൃപ ചൊരിയും. ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കഴിക്കാതെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കില്ല, നമുക്ക് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ കഴിച്ച ദേവതകൾ ഭക്ഷണം ഗുണം ചെയ്യില്ല. അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടായിരിക്കും? ആ കഴിക്കുന്ന സാധനത്തിലും വെള്ളമുള്ളത് കൊണ്ട്, ആ വെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കും. കാരണം മാങ്ങ കഴിച്ചാലും മാങ്ങയിൽ അധിക ഭാഗം തന്നെയാണ് വെള്ളം തന്നെയാണ്, നീരല്ലേ. അപ്പോൾ ജലം എന്ത് ചെയ്യും? ദേവതകളെല്ലാം കൃപ ചൊരിയണ്ടെങ്കിൽ ജലം വേണം. ദിവ്യ സോമമാണ് നിങ്ങൾ പാനം ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ദിവ്യമായ സോമമാണ്. ഒരു ഔഷധം കുടിച്ചതിന് സമാനമാണ് വെള്ളം കുടിക്കുന്നത്. ഔഷധമോ ഒരു ഹോർലിക്സോ കുടിച്ചതിന് സമാനമാണ് നിങ്ങൾക്ക് ക്ഷീണമുള്ളവരും വെള്ളം കുടിക്കുന്നത്. കാരണം അവ നിങ്ങളുടെ ഭാഗമാണ്. കാരണം നിങ്ങൾ എന്ന് പറയുന്നതിൽ തന്നെ 75% മുക്കാൽ ഭാഗം എന്താണ്? ശരീരത്തിൽ വെള്ളമാണ്. ഇനി
8 യജ്ഞം 28 സംസാര ദീക്ഷയാകുന്നു. ദീക്ഷ എന്ന് പറയുന്നത് സംസാരത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്, തയ്യാറെടുപ്പ്. ഏതൊരു സംസ്കാരത്തിൻ്റെയും ഏതൊരു ജീവജാലങ്ങളുടെയും മുന്നോട്ടേക്കുള്ള പ്രയാണം യജ്ഞത്തിലൂടെയാണ് നടക്കുന്നത്. ഞാൻ നിന്നെ ഉയർത്തുന്നു. നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങൾ പുരോഗതിയിലേക്ക് നമ്മളെ നയിക്കും. യജ്ഞം ഉയർന്നുയർന്ന പുതിയ പുതിയ തലങ്ങളിലേക്ക് പോകും. അരിയും വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ചൂട് യജ്ഞം നടത്തിയാൽ, തീ കൊടുത്താൽ അത് ഉന്നത നിലയിലേക്ക് ഉയർത്തും. അതിനെ അരി എന്നതിനെ ചോറെന്ന നിലയിൽ വില കൂടിയതിൻ്റെ മൂല്യം കൂടി. അരിയെക്കാട്ടിയും പ്രാധാന്യം ചോറിനാണ്. അതിൻ്റെ മൂല്യം കൂടി, വില കൂടി, അതിൻ്റെ ഗുണം കൂടി. അപ്പോൾ അത് ഉന്നത നിലയിലേക്ക് ഉയർത്തും. സാഗരം ക്ഷയിക്കാത്തതുപോലെ, സാഗരത്തിന് ക്ഷയമില്ല, വെള്ളം വെള്ളത്തോട് ചേരുന്നത് പോലെ, ലത ലതയോട് കൂടി ചേരുന്നത് പോലെ യജ്ഞവും എന്ത് ചെയ്യും? യജ്ഞത്തോട് കൂടി ചേരും. നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളും മറ്റുള്ളവരുടെ യജ്ഞങ്ങളും എല്ലാം കൂടിച്ചേർന്നിട്ടാണ് ലോകം പുരോഗമിക്കുന്നത്. നമ്മളൊരു ഭാഗത്ത് റോഡ് ഉണ്ടാക്കാം, വേറൊരു ഭാഗത്ത് മനുഷ്യർ നല്ല നല്ല വാഹനങ്ങൾ ഉണ്ടാക്കിയിടും ആ റോഡിൽ ഓടിക്കേണ്ട. അങ്ങനെ യജ്ഞത്തോട് ചേർന്നുകൊണ്ടാണ് ലോകം പുരോഗതിയിലേക്ക് പോകുന്നത്. ഇനി 29 ദേവത അഗ്നിയാണ്. പോരാട്ടത്തിൽ നീ സംരക്ഷിക്കുന്നവന്, സംഘർഷത്തിൽ അനുകൂലിക്കുന്നവന് ശക്തി നൽകും. നീ ഒരിക്കലും ക്ഷയിക്കില്ല. അപ്പോൾ ആര് പോരാട്ടം നടത്തുന്നോ അവന് ശക്തി നൽകും. ആര്? അഗ്നി, അല്ലെങ്കിൽ ഊർജം. ആ പോരാട്ടത്തിൽ സഹായിക്കുന്ന സഹായികൾക്കും ഊർജം നൽകും. ആര്? അഗ്നി. അഗ്നി എന്നത് ഊർജമാണ്. ആര് കർമ്മം ചെയ്യുന്നു? പോരാട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിബന്ധത്തിന്, ഒരു തടസ്സത്തിനെതിരായിട്ടുള്ള കർമ്മമാണ്. അത് യുദ്ധവുമാകാം. അവിടെയെല്ലാം മുന്നോട്ടേക്ക് ശക്തി നയിക്കുന്നത്, ക്ഷയിക്കാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അഗ്നിയാണ്. അവിടെ അഗ്നിയെ പ്രശംസിക്കുന്ന ഒരു മന്ത്രമാണ്.